കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ച വനിതാ സംഘടനയിലെ അംഗം, അധ്യാപിക, കേരള കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ആദ്യത്തെ വനിതാ മാനേജർ ചെക്കർ. ഇത് പ്രസന്നകുമാരി അമ്മ. നിരവധി ജീവിതാനുഭവങ്ങൾ കൈമുതലായുള്ള അമ്മയാണ് ഇന്ന് പാവൽ മീഡിയയുടെ കൂടെയുള്ളത്. അമ്മ നമസ്കാരം. അമ്മ ജനിച്ചതും വളർന്നതും ഒക്കെ എവിടെയാ? ഞാൻ ജനിച്ചത് മാന്നാറിൽ ചെറിയിക്കൽ വീട്ടിലാണ് ജനിച്ചത്. 1948. അതിനുശേഷം അമ്മയുടെ അവിടെ ആ കുടുംബത്തിൽ അമ്മുമ്മ ഉണ്ടായിരുന്നപ്പം, അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ ഉണ്ടായിരുന്നപ്പം ആ സ്കൂളിൽ തന്നെ, പാവുക്കര സ്കൂളിൽ തന്നെ ഞാൻ 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ വരെ പഠിച്ചു. അതിനുശേഷമാണ് പിന്നെ ഇനി തഴവ അച്ഛൻ്റെ വീട്ടിൽ വന്നത്. അച്ഛൻ്റെ കുടുംബം തഴവ മണപ്പള്ളി കാവുംപുറത്ത് വടക്കതിൽ. അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി കൊണ്ടുപോരുന്നതിന്. അവിടെ എത്ര നാളാണ് അമ്മ നിന്നത്? വിവാഹം കഴിയുന്നവരെവിടെയായിരുന്നു? അവിടെയായിരുന്നു. പിന്നെ മണപ്പള്ളി സ്കൂളിലാണ് പഠിച്ചത്. ബാക്കി 6ാം ക്ലാസ് വരെ മണപ്പള്ളി സ്കൂളിൽ NSS സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം 7, 8, 9, 10 AVHS തഴവ AVHSലാണ് പഠിച്ചത്. അതിനുശേഷമുള്ള വിദ്യാഭ്യാസം എവിടെയൊക്കെയായിരുന്നു? അതിനുശേഷം ഞാൻ ഹിന്ദി പഠിച്ചു. ഹിന്ദി കരുനാഗപ്പള്ളി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് പഠിച്ചത്. ഹിന്ദി വിദ്വാൻ. നമുക്കതൊക്കെ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ വിദ്വാൻ, BAക്ക് ഈക്വലായിട്ടുള്ളത്. പിന്നീട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ ഒരു വിദ്വാൻ കൂടെ പാസ്സായി. അങ്ങനെ ഡബിൾ വിദ്വാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അമ്മ അധ്യാപികയായിട്ട് ജോലി ചെയ്തോ? ആദ്യം ഈ വിദ്വാൻ പാസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ ഹിന്ദി അധ്യാപികയായിട്ട് മാന്നാർ സ്കൂളിൽ കയറി. അവിടെ ഒരു 2 മെറ്റേണിറ്റി ലീവ്, അന്ന് മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ 3 മാസമേ ഉള്ളൂ. അപ്പം 2 മെറ്റേണിറ്റി ലീവിന് ഞാൻ വർക്ക് ചെയ്തു. ശമ്പളവും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് തഴവായിക്ക് വന്നു. പഠിച്ച് കഴിഞ്ഞു. പിന്നെ ബി എഡിന് ഈക്വലായിട്ടുള്ള ഹിന്ദിയുടെ ട്രെയിനിങ് കോളേജിൽ ചേർന്നു. അന്ന് ഹൈസ്കൂളിലേക്ക് BEd വേണം, അല്ലെങ്കിൽ BEd തുല്യമായിട്ടുള്ള പിന്നെ ട്രെയിനിങ് വേണം. അപ്പോൾ അതിന് മുണ്ടക്കൽ പിന്നെ ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ ഈ ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. അവിടെ 1 വർഷം പഠിച്ചു. 1 വർഷമേ ഉള്ളായിരുന്നു ആ കോഴ്സ്. കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കലാപരിപാടികളൊക്കെ ഉണ്ട്, ഈ ഓട്ടം ചാട്ടം ഇതിനകത്തൊക്കെ വലിയ ഒരു ഏറ്റവും നല്ല കുട്ടിക്കുള്ള പിന്നെ എല്ലാ ഹിന്ദിയെ സംസാരിക്കുക. അവിടെ തന്നെ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നത്. മലയാളം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും മേറ്റൻ. അപ്പം അവിടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാനത് ഈ കവിതയൊക്കെ കൈയെടുത്ത് മാസികയിൽ എഴുതുമായിരുന്നു. ഈ കോളേജിന്റെ മാസികയുണ്ടല്ലോ, കോളേജ് മാഗസീൻ ഉണ്ടല്ലോ, അതിനകത്ത് കവിതയൊക്കെ എഴുതുമായിരുന്നു. പിന്നെ അതിന്റെ ടച്ചൊക്കെ അങ്ങ് പോയി. കാലത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു ഹിന്ദി സംസാരിക്കാത്ത പ്രദേശത്തേക്കുള്ള. അപ്പോൾ അതിൽ 2 എണ്ണം ഉള്ളതിൽ 1 എണ്ണം എനിക്ക് കിട്ടി. അത് മന്ത്രി, അന്ന് പൊതുമരാമത്ത് മന്ത്രി ടി കെ ദിവാകരൻ ആയിരുന്നു. അദ്ദേഹമാണ് ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് തന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു പുസ്തകം കിട്ടിയിട്ടുണ്ട്. സേവാപരായണതാണ് ഹിന്ദി പറയുന്നത്. എന്നുവെച്ചാൽ ഈ ചുണക്കുട്ടി എന്ന് നമുക്ക് വേണേൽ പറയാം. ഈ സേവാപരായണത എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ ഒരു പുസ്തകം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കോളേജ് മാഗസീനാണത്. അത് കിട്ടിയിട്ടുണ്ട്. അമ്മ ശരിക്കും പിന്നെ ഈ അധ്യാപികയായിട്ട് എത്ര വർഷം ജോലി ചെയ്തു? അധ്യാപികയായിട്ട് 2 മെറ്റേണിറ്റി ലീവ് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ അധ്യാപികയായില്ല. അത് ഭാഗ്യദോഷം. അല്ല, അതിനുശേഷമാണോ? അപ്പൊ ഈ വനിതാ സംഘടനയിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ്. വനിതാ സംഘടന ആദ്യം കേരളത്തില് നമ്മള് കരുനാഗപ്പള്ളിയിലാണത് രൂപീകരിക്കുന്നത്. ആദ്യം എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. പിന്നെ അതിനകത്ത് ആരെങ്കിലും തെറ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല. എൻ്റെ ഓർമ്മയിൽ കേരളത്തിലാണ് ആദ്യം ഈ വനിതാ സംഘടന. അന്ന് ഇതിൻ്റെ പേര് കേരള മഹിളാ ഫെഡറേഷൻ ആണ്. ഇന്നത് അഖിലേന്ത്യാ മഹിളാ ഫെഡറേഷനാണ്. അന്ന് കേരള മഹിളാ ഫെഡറേഷനാണ്. അതിൻ്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് സഖാവ് സുശീല ഗോപാലൻ, AKGയുടെ ഭാര്യ. പിന്നെ പ്രസിഡന്റ് കരുനാഗപ്പള്ളിയുടെ അല്ല, കേരളത്തിൻ്റെ ഞാൻ പറയുന്നത്, ഗൗരിയമ്മയായിരുന്നു പ്രസിഡന്റ്. KR ഗൗരിയമ്മയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കരുനാഗപ്പള്ളിയിലാണ് ഓർഗനൈസ് ചെയ്തത്. അന്ന് സഖാവ് ജയദേവൻപിള്ള അവിടുത്തെ ഈ പിന്നെ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് നമ്മളെല്ലാം ഓരോ പഞ്ചായത്തിലും കൊണ്ടു നടന്ന് ഒരു കമ്മിറ്റിയിൽ, ആ കമ്മിറ്റിയിൽ നമ്മുടെ NSന്റെ ഭാര്യ, ആദ്യം രൂപീകരിച്ച ആ താൽക്കാലിക കമ്മിറ്റിയുടെ പ്രസിഡന്റ് NSന്റെ ഭാര്യ പത്മാവതി സാറാണ്. പിന്നെ സെക്രട്ടറി VK ആനന്ദം, സഖാവ് VK ആനന്ദം.
പിന്നെ നമ്മുടെ രാജമ്മ ഭാസ്കരനെ അറിയാം, ഭാസ്കര സഖാവിൻ്റെ ഭാര്യ രാജമ്മ. രാജമ്മ, ഞാൻ, തൊടിയൂർ സരോജിനി, വേറൊരു സരോജിനി, ശാന്ത, ഇവരെല്ലാം അതിനകത്തെ അംഗങ്ങളായിരുന്നു. അംഗങ്ങളായിരുന്നു. അപ്പൊ ഇത് രൂപീകരിക്കുന്നതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? അതിനിപ്പോ സുശീല ഗോപാലൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ? വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ട് ഈ മഹിളാ സംഘടന രൂപീകരിക്കുന്നതിന്. ആദ്യമുള്ള, കാരണം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ അല്ലല്ലോ മോളെ. നമ്മള് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ പെണ്ണുങ്ങൾ ഇറങ്ങി ഇൻകുലാബ് വിളിച്ചുകൊണ്ടിറങ്ങി അവരിങ്ങനെ വീടുകളിലൊക്കെ നടന്ന് പെണ്ണുങ്ങളെ സംഘടിപ്പിക്കുന്നു. പിന്നെ ആക്ഷേപം. പക്ഷെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്, മനസ്സിലായോ? നമുക്ക് ആക്ഷേപമില്ല. അപ്പൂപ്പന്റെ കാലം തൊട്ട് അച്ഛനാണ് അവിടെ കമ്മ്യൂണിസം ഉണ്ടാക്കിയത്. കമ്മ്യൂണിസമേ ഉണ്ടാക്കിയത് അച്ഛനാണ്. അപ്പം അച്ഛന്റെ പേര് കുട്ടൻപിള്ള. അച്ഛന് എന്റെ ഫ്രീ ആയിട്ടാണ് നമ്മളെ വളർത്തിയത്. അല്ല, നമ്മൾ അങ്ങോട്ടും നോക്കരുത് ഇങ്ങോട്ടും നോക്കരുത്, ഒരാട് സംസാരിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അച്ഛനില്ല. വളരെ വളരെ ഫ്രീ ആയിട്ടാണ് നമ്മളെ വളർത്തിയതേ. അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ അച്ഛൻ സഖാവായിരുന്നുകൊണ്ട് പിന്നെ ജയദേവപിള്ള സഖാവും പിന്നെ കൂടെ വന്ന് അവർ സഖാക്കളെല്ലാം കൂടെ വന്നിട്ട് നമുക്കൊരു പെണ്ണുങ്ങളെല്ലാം കൂടെ വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പം ഈ പണ്ടത്തെ ഓടിട്ട താന്ന പെരയാണ് നമ്മുടെ, നിരയും പെരയും അറയും, പിന്നെ അതിന് അടിയിൽ ഈ നിലപറ, ഇതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു കുടുംബമാണ് നമ്മുടേത്. അപ്പോൾ അതിനകത്ത് ഇവരെല്ലാം കൂടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് നിലം കൃഷിയുണ്ട് നമുക്ക്. അപ്പോൾ വലിയ ചിക്കുവായുണ്ട്. ചിക്കുവായ എന്ന് പറഞ്ഞാൽ ഈ തഴ കൊണ്ട്, വലിയ തഴ കൊണ്ട് ഇങ്ങനെ നെയ്തെടുത്ത് ഇങ്ങനെ നീളത്തിൽ ഒത്തിരിയും പറന്ന് നെല്ല് ഇടത്തക്ക രീതിയിലുള്ള വലിയ ചിക്കുവായുണ്ട്. അത് പ്ലാവിൻ്റെ കീഴിൽ വലിയൊരു പ്ലാവ് പന്തിരിച്ച് നിൽപ്പുണ്ട് നമ്മുടെ പടിഞ്ഞാറ് വശത്ത്. അതിൻ്റെ കീഴിൽ അങ്ങോട്ട് നൂത്തം കിട്ടിട്ട് എല്ലാവരും അതിലങ്ങിരിക്കും. അല്ല, നമുക്ക് അതിനകത്തിരിക്കാൻ സൗകര്യമില്ല, മനസ്സിലായി? അങ്ങനെ ഇരുന്നിട്ട് പിന്നെ വെളി വെച്ചിട്ട് കഞ്ഞിയോ ആഹാരം എല്ലാം കൊടുക്കും. അമ്മയാണെങ്കിൽ സഖാക്കളെ അങ്ങ് ഊട്ടുക. ഒരു കമ്മിറ്റി കഴിഞ്ഞാൽ തന്നെ പിന്നെ കാപ്പിയുണ്ടോ ഇങ്ങനെ ചോദിക്കും, കാപ്പിയുണ്ടോ ഉടനെ കൊടുക്കും. പുട്ടിൻ്റെ പൊടിയൊക്കെ അങ്ങ് ഒത്തിരി അങ്ങ് വറുത്ത് വെക്കും. 6-7 വലിയ കലത്തിനകത്ത് ഇങ്ങനെ തൂക്കിയിട്ടേക്കും. അതിനകത്ത് നിർത്തി വെച്ച് ഇഷ്ടംപോലെ സഖാക്കൾക്ക് കൊടുക്കും. ഇഷ്ടംപോലെ. എവിടെ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ പോലും കഴിക്കാൻ വരുന്നത് നമ്മുടെ വീട്ടിലാണ്. സമയമെടുത്തു ഈ വനിതാ സംഘടന രൂപീകരിക്കാൻ എന്ന് വെച്ചാൽ ഓരോ പ്രദേശത്തും പാർട്ടി നല്ല സ്ട്രേണല്ലേ. അപ്പം അവിടെ നിന്ന് നമ്മുടെ സഖാക്കളുടെ മക്കള്, ഭാര്യമാര് ഇവരെല്ലാം കൂടെ ഒത്തുചേർന്നു. അപ്പൊ നമ്മളിപ്പോ അവിടുത്തെ ഒരുപാട് സ്ത്രീ തൊഴിലാളികളുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്നിപ്പോ ആർക്കും സമയമില്ല വരാൻ. ഓരോരോ സ്ഥലങ്ങളിലും അത്രയും ഒരു കൂട്ടായ്മയൊക്കെ എങ്ങനെ, അത് ബ്രാഞ്ച് സമ്മേളനങ്ങളുണ്ട്, ബ്രാഞ്ചുണ്ട്. ആ ബ്രാഞ്ച് കൂടി ഇന്നിടത്ത് വെച്ച് സഖാക്കളുടെ എല്ലാവരും അമ്മമാരും എല്ലാവരും വരണമെന്ന് പറയും. അന്നത്തെ വലിയ ആവേശമല്ലേ അവളെ. അതുപോലെ അന്ന് ഈ 57 മുമ്പൊക്കെ ആണെങ്കിൽ ഈ പാർട്ടി സമ്മേളനത്തിന് എൻ്റെ അച്ഛൻ്റെ അമ്മ കുട്ടിയമ്മയെന്ന് പറയും, ഇങ്ങനെ കൊടി പിടിക്കും. വലിയ കൊടി. യോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോകം മുഴുവനും അവിടെ മുഴുവനും ചുറ്റിയിട്ടാണ് ഭയങ്കര സമ്മേളനം നടക്കുന്നത്. അത് ഇങ്ങനെ പിടിച്ചും കൊണ്ട് മുമ്പ് കിടക്കുക. എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വലിയ ഇങ്ങനെ പിടിച്ചോണ്ട് ഇത്രയും ചുറ്റുന്നതിന് നമ്മളിപ്പോ കല്ലുകട ഈ പൈനാപ്പിളി അവിടെ കൂടെ വേണമെങ്കിൽ ചുറ്റി വരുവല്ല, അതെ അത്രയും ദൂരത്തിൽ ചുറ്റും. എന്നാലും ഇതിങ്ങനെ പിടിച്ചു വെക്കും. അത്ര ആവേശമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതിനകത്ത്, മനസ്സിലായോ? അങ്ങനെ. പിന്നെ അച്ഛനിങ്ങനെ ഒളിവിലും ഒക്കെ താമസിച്ചിട്ടുണ്ട്. അന്ന് പോലീസ് അന്ന് വലിയ നിരോധിച്ചിരിക്കുകയല്ലേ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നിരോധിച്ചിരിക്കുക. ഇന്നത്തെ മാതിരി ഇല്ലല്ലോ. അന്ന് വിളിച്ചും മറിഞ്ഞും ഒക്കെ ചോറ് വിളമ്പി വെക്കുമ്പോഴും ഒക്കെ തഴുണ്ണാനും ഒക്കെ ഇങ്ങനെ അറിയാതെ പാർട്ടി ആരും അറിയാണ്ടൊക്കെ വന്ന് ഉണ്ടേച്ചൊക്കെ പോവുകയും കമ്മിറ്റി ഇവരുടെയൊക്കെ കമ്മിറ്റി രാത്രിയിലാണ് നമ്മളെ ഒരുപാട് ഇരുട്ടിയാണ് കമ്മിറ്റിയൊക്കെ. അല്ല, ഇന്നത്തെ പോലെ പകലല്ല. രാത്രി 2 മണി 3 മണിക്കൊക്കെ ആയിരിക്കും കമ്മിറ്റി കൂടുന്നത്. അതിന് തയ്യാറുമാണ് സഖാക്കൾ ഇങ്ങനെ വരാൻ. അപ്പോൾ അങ്ങനെ എത്ര ടൈം എടുത്തു ഒരുപാട് സമയമൊന്നും എടുത്തില്ല. നമ്മൾ ഷടാന്നങ്ങ് കാര്യങ്ങൾ നടക്കും. അങ്ങനെ നമ്മൾ ഈ എല്ലായിടത്തും എല്ലാ പിന്നെ താലൂക്കിലും ഈ കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു ഈ സ്ത്രീകളുടെ. അപ്പോൾ ഓരോ പ്രദേശവും അതിനകത്ത് രാവിലെ ഇറങ്ങി സഹാക്കളങ്ങളെ കൂട്ടി പിന്നെ കുറേ പേര് നമ്മുടെ കൂടെ ഇങ്ങനെ ജാഥയായിട്ട് അങ്ങനെ ആ കാൽനട ജാഥയിൽ വെച്ചെടുത്ത ഒരു പടം എൻ്റെ മോൻ്റെ തന്നിട്ടുണ്ട് ഞാൻ. അതിങ്ങനെ കൊടി ഇങ്ങനെ കുടയിൽ ഇരുന്നിട്ട് അത് ഞാൻ പിന്നെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എഴുതാൻ അത് മായ്ച്ചു കളഞ്ഞിട്ട് എടുത്ത ഒരു അവസാനം ഒരു വീട്ടിൽ ക്യാമ്പ് ചെയ്യും. അത്
NSന്റെ വീട്ടിലായിരുന്നു കുലശേഖരപുരത്തെ ക്യാമ്പ്. പിന്നെ ഇവിടുത്തത് നമ്മൾ രാമേന്ദ്രൻപിള്ള സാറ് അവിടെ ആയിരുന്നു ഇവിടുത്തെ ക്യാമ്പ്. പിന്നെ തേവലക്കരയിൽ അയ്യപ്പൻപിള്ള സഖാവ് കേട്ടിട്ടുണ്ടോ എന്നത്, വിജയലക്ഷ്മി എന്നൊക്കെ പറയും, വിജയലക്ഷ്മി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, അവരുടെ വീട്ടിൽ. നീണ്ടകര അതുപോലെ. അന്ന് കരുനാഗപ്പള്ളി താലൂക്ക് എന്ന് പറഞ്ഞാൽ ഈ നീണ്ടകരയും ഈ ചവറയും എല്ലാം ഇങ്ങോട്ടാണ്, കരുനാഗപ്പള്ളിക്കാണ്. ഒരു താലൂക്ക് കമ്മിറ്റിയും 2 താലൂക്ക് കമ്മിറ്റികളേ ഉള്ളൂ കൊല്ലം ജില്ലയിൽ. ഒന്ന് കൊല്ലവും ഒന്ന് കരുനാഗപ്പള്ളി. അപ്പോൾ അത്ര വലിയ ഒരു പിന്നെ താലൂക്ക് കമ്മിറ്റി ആയിരുന്നു കരുനാഗപ്പള്ളിയുടെ. അപ്പോൾ തേവലക്കര പഞ്ചായത്തിനകത്താണ്, തേവലക്കര പഞ്ചായത്തിൽ മൊത്തം ഇങ്ങനെ കറങ്ങിയിട്ടാണ് ഈ വിജയലക്ഷ്മി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ വീട്ടിലായിരുന്നു ക്യാമ്പ്. പിന്നെ സാംബശിവന്റെ വീട്ടിലുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു തെക്കും ഭാഗം എല്ലാം ഇങ്ങോട്ടാണ് വരുന്നത്, മനസ്സിലായോ? അപ്പോൾ തെക്കും ഭാഗത്ത് ഈ സാംബശിവനൊക്കെ നമ്മുടെ കൂടെ ഒക്കെ നടക്കാനും ഒക്കെ മിടുക്കനായിരുന്നു. പിന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഥാപ്രസംഗം അത്തരം കഥാപ്രസംഗങ്ങളൊക്കെ നമ്മുടെ യോഗത്തിനൊക്കെ ഫ്രീ ആയിട്ട് അദ്ദേഹം പിന്നെ ഇത് കഥാപ്രസംഗം ചെയ്യും. അന്നൊക്കെ വളരെ ചെറുതല്ലേ, ഞങ്ങളൊക്കെ കൂടെ ഇങ്ങനെ നടക്കും. അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്, വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടെ നമ്മൾ ക്യാമ്പ് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ ഈ പൊതുസമ്മേളനത്തിനൊക്കെ സാമ്പനും കൂടെ ഇരുന്ന ഒരു പൊതുസമ്മേളനത്തിന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ട് മൈതാനിയിൽ. അന്ന് ട്രാൻസ്പോർട്ട് മൈതാനി എന്ന് പറയുമ്പോൾ ഈ അമ്പലത്തിന്റെ തെക്കുവശമാണ്, അവിടെ ഒരു പൊതുയോഗത്തില്. അമ്മ അധ്യാപികയായിട്ടിരിക്കുമ്പോഴാണ് മഹിളാ സംഘടനയിൽ അംഗമാവുന്നത്. അപ്പം ആ മഹിളാ സംഘടനയിൽ അംഗമാവുമ്പോഴാണ് അമ്മ ജയദേവൻപിള്ള സഖാവിനെ പരിചയപ്പെടുന്നത്. അപ്പൊ അതിനുശേഷമുള്ള പ്രവർത്തന മേഖല എങ്ങനെയായിരുന്നു? ഇത് അധ്യാപിക ജോലിയുടെ കാലാവധി തീർന്നു കഴിഞ്ഞിട്ട് എൻ്റെ വീടായ പിന്നെ കാവുംപുറത്ത് വടക്കതിൽ തഴവ അവിടേക്ക് പോരുന്നു. അവിടെ പോരുന്ന ശേഷം അവിടെയാണ് നമ്മൾ അച്ഛൻ പാർട്ടി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ആളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ നമ്മൾ അപ്പോൾ അവിടുന്ന് സഖാക്കൾ ജയദേവൻപിള്ള സഖാവ്, പിന്നെ വേറെ ഒരു പണിക്കര്, വേറൊന്നും അത്ര ഓർമ്മയില്ല, അവരെല്ലാം കൂടെ വന്ന് പറഞ്ഞു, മോളെ ഒന്ന് ഇറക്കണം, നമുക്ക് ഇപ്പം പഠിച്ചൊക്കെ നിൽക്കുകയല്ലേ, മോളെ ഒന്ന് നമുക്ക് പാർട്ടിയിൽ ഒന്ന് ഒരു ഇറക്കുന്നെ 5-6 വീടൊക്കെ കയറുന്നെ, ഇന്ന ആൾ വന്നു നമുക്ക് വരാം എന്നും പറഞ്ഞിട്ട് പോകണമെന്ന്, പിന്നെ നമുക്കൊന്ന് ഇറക്കണമെന്ന് പറഞ്ഞു. അതിനെന്താ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡെയിലി അങ്ങനെ രാവിലെ ഇറങ്ങും, ഇങ്ങനെ വീടുകളിലൊക്കെ കയറി നമ്മളിങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ കാര്യങ്ങൾ, പിന്നെ പിന്നെ സമൂഹത്തിൽ നമുക്ക് കിട്ടേണ്ട സ്ഥാനങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീടുകളിലൊക്കെ കയറി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് വരണം, ഇന്ന ദിവസം നമുക്ക് ഈ കാവുംപുറത്ത് വെച്ചൊരു യോഗം ഉണ്ടെന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇനി വരും. ഇപ്പോഴത്തെ മാതിരിയല്ല, അപ്പോഴത്തേക്ക് വിളിക്കണ്ട, അപ്പോഴത്തേക്ക് വലിയ ആവേശമാണ് ഇന്നത്തേക്ക്. അപ്പോഴത്തേക്ക് കയറി വന്ന് ഒരുപാട്, ഇപ്പം വലിയ വീടൊന്നും അല്ലാത്തതുകൊണ്ടേ പിന്നെ ഇരിക്കാൻ സൗകര്യമില്ല, അതിനകത്ത് പഴയ വീടാണ്, നിരയും പെരയും ഒക്കെ ആയിട്ടുള്ള വീടാണ്. അപ്പം അതുകൊണ്ട് ഈ പ്ലാവിൻ്റെ ഒരു വലിയ പന്തലിച്ച് നിൽപ്പുണ്ട് ഒരു പ്ലാവ് നമ്മുടെ മുറ്റത്ത് തന്നെ, അതിൻ്റെ കീഴിൽ വലിയ ചെക്കുവ നിലമൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. അപ്പോൾ അതിന് ഈ നെല്ലൊക്കെ ഉണക്കാൻ ഉപയോഗിക്കുന്ന വലിയ പാ നിരത്തിയിട്ട് അതിലിരുന്ന് യോഗം. അമ്മയ്ക്ക് പിന്നെ എല്ലാം കൊടുക്കുന്നതിന്, അമ്മ രാജമ്മ, എൻ്റെ അമ്മയുടെ പേര് രാജമ്മ. അമ്മയ്ക്ക് ഈ ആഹാരം കൊടുക്കുന്നതിന് വലിയ ചീനിയൊക്കെ പുഴുങ്ങി, ചേമ്പും ചീനിയും എല്ലാം കൂടെ പുഴുങ്ങി ചായയൊക്കെ ഇട്ട് കൊടുത്ത്, മുളക് ചമ്മന്തിയൊക്കെ എടുത്ത് ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഇഷ്ടംപോലെ വയറുന്നു. ഇത് ചോറിനേക്കാളും പായസത്തിനേക്കാളൊക്കെ നല്ലതാണല്ലോ എന്ന് സഹാക്കൾ പറയും. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് എന്നോട് പറഞ്ഞ് സുശീലാഭവനുണ്ടായിരുന്നു സഖാവ്, അവരൊക്കെ അന്ന് ഇത് ഓർഗനൈസ് ചെയ്യുന്നതിനകത്ത് പഴയ കട്ടിൽ വരെ അങ്ങ് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സുശീല ഗോപാലനൊക്കെ. പിന്നെ ശീലാഗോപാലൻ പറഞ്ഞ് ഞാനൊന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, എനിക്കറിയാൻ വയ്യ എന്നല്ലേ. എങ്കിലും അപ്പോൾ എൻ്റെ കൂടെയുള്ള 2-3 പേര് ഒരാളെ വിളിച്ചു മൗനമായിട്ട് ഇങ്ങനെ നിൽക്കുക, ശാന്തയെന്ന് പറയും, പേടി, ഈ സഭാകമ്പം, ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്നെ വിളിച്ചു, ഞാൻ ചുമ്മാ കലൂല, എന്തോ ഒന്നും അറിയാൻ വയ്യ പറയാൻ, ഏതാണ്ട് പക്ഷെ അന്നേരം പറഞ്ഞ് മിടുക്കി, പറഞ്ഞല്ലോ, എന്തെങ്കിലും പറഞ്ഞല്ലോ, മിണ്ടാതിങ്ങനെ നിന്നില്ലല്ലോ എന്ന് പറഞ്ഞു സുശീലാഗോപാലൻ. അന്ന് ഈ യോഗ കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകിപ്പോയി. അന്നേരം നമ്മുടെ വീട്ടിൽ തന്നെയാണ് സുശീലാഗോപാലൻ കിടന്നത്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ഈ കഴിക്കുന്നത് പ്രധാനം വെള്ളരിക്ക ജ്യൂസ്, വെള്ളരിക്ക
പിഴിഞ്ഞ് ഉം. അത് എന്താ വേണ്ടെന്ന് വെച്ചാൽ അച്ഛൻ അത് ചെയ്തു കൊടുക്കും. ആഹാരം എല്ലാം ചെയ്തു. എന്താന്ന് ചോദിക്കുക സഖാവിന് വേണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ആ വെള്ളരിക്ക ജ്യൂസ് കുടിക്കും പുള്ളി. അത് AKG കുടിക്കും മിക്കവാറും ഈ വെള്ളരിക്ക ജ്യൂസ്. പിന്നെ ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുത്തു. പൊടിയരിക്കഞ്ഞി വേണമെന്ന് പറഞ്ഞു അതുണ്ടാക്കി കൊടുത്തു. രാത്രി ഉറങ്ങി അവിടെ കിടന്നു. ചെറിയ വീട് നമ്മുടെ നിരയും വരയും ഒക്കെ ആയിട്ട് അവൾ എന്നാലും സന്തോഷമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇങ്ങ് കൊണ്ടുവിട്ടു. അപ്പൊ ഈ ശരിക്കും ജയദേവൻപിള്ള സഖാവിന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടെ ഒന്ന് പറയാം. വരാനുള്ള സാഹചര്യം നമ്മൾ ഈ എല്ലാ താലൂക്കിലും ഇതിങ്ങനെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. താൽക്കാലിക കമ്മിറ്റികൾ ഈ കരുനാഗപ്പള്ളി താലൂക്കിലെ മൊത്തം പഞ്ചായത്തിലും ഈ കമ്മിറ്റികൾ കുറേശ്ശെ ആളുകളെ സംഘടിപ്പിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞു. ആ കമ്മിറ്റി കുറേ ആളുകളെ കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് വിപുലമായൊരു സമ്മേളനം, അത് പാർട്ടിയുടെ സമ്മേളനമാണോ മഹിളയുടെ സമ്മേളനമാണോ മൊത്തമായിട്ടുള്ള സമ്മേളനമാണോ ഒരു തിട്ടം പോരാ, തിട്ടം പോരാ. എങ്കിലും ഒരുപാട് ആളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അന്ന് എനിക്ക് തോന്നുന്നത് സംസ്ഥാന സെക്രട്ടറി CH കണാരൻ സഖാവാണെന്ന്. അപ്പോൾ ഈ യോഗമെല്ലാം കഴിഞ്ഞു. ഒരു ഗംഭീരാണ്. നിർമ്മല, തിരുവനന്തപുരത്തുകാരി നിർമ്മലയാണ് താൽക്കാലിക ജില്ലാ സെക്രട്ടറി ചാർജ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം അവരും എല്ലാവരും കൂടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സഖാവാണ് ജയദേവൻപിള്ള സഖാവാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും അതുപോലെ. അപ്പം ഈ CH കണാരൻ സഖാവ് പറഞ്ഞു, ജയദേവൻപിള്ളേ ഇങ്ങോട്ട് മാറുന്നില്ലേ, നീ ഈ പൊണ്ണിനെ കല്യാണം കഴിക്കണം. തമിഴ് ചവയുണ്ട് സംസാരത്തിൽ. ഈ പൊണ്ണിനെ കല്യാണം കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. സഖാക്കളെല്ലാം കൂടെ ചിരിച്ചു കേട്ടോ. പുള്ളി കല്യാണം വേണ്ടെന്ന് പറഞ്ഞു കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പാർട്ടി ഇത് ആലോചിക്കുന്നത്. അപ്പൊ പാർട്ടി കമ്മിറ്റിയാണ് ചോദിക്കുന്നത്. അച്ഛന്റെ അമ്മയുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു? അച്ഛനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, പാർട്ടിക്കാരനെ കല്യാണം കഴിച്ചാൽ മതി. അച്ഛനൊന്നും വേണ്ട, അച്ഛന് പാർട്ടി, പ്രത്യേകിച്ച് ജയദേവൻപിള്ള സഖാവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ല 16 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പം കുറച്ച് പേർക്ക് അങ്ങനെ ഒരു ഇത്രയും വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്, അങ്ങനെ ഒന്നും ചിന്തിച്ചോ? പറഞ്ഞില്ല, അങ്ങനെ ഒരു വ്യക്തിപരം അങ്ങനെ ഒരു അഭിപ്രായം നമുക്കില്ല ഇന്നത്തെ. പിന്നെ അമ്മ പറഞ്ഞു അമ്മയുടെ പേര് രാജമ്മ. അമ്മ പറഞ്ഞു പിന്നെ നല്ല സൽസ്വഭാവിയാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എതിർപ്പൊന്നും തോന്നിയില്ല എനിക്ക് അന്നേരം പറഞ്ഞപ്പോൾ. പിന്നെ അന്ന് എൻ്റെ എന്തോ കുഴപ്പമുണ്ടോന്നൊന്നും എങ്കിലും എനിക്ക് എതിർത്തില്ല. ഞാൻ എതിർത്തില്ലാത്തതുകൊണ്ട് നാളൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങളുടെ ഏത് നാളാന്ന് പോലും പിന്നെ കുറച്ച് ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതൊക്കെയാണ് നാളൊക്കെ അറിയുന്നത്. നോക്കിയിട്ടില്ല. പക്ഷെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയൊക്കെ കല്യാണം തീരുമാനിച്ച ശേഷമാണ് അമ്മ സംസാരിക്കുന്നത്. പരസ്പരം നിങ്ങളൊരു അല്ല, നമ്മുടെ അവിടെ വന്ന് കമ്മിറ്റി ഇങ്ങനെ ഒന്ന് കൂടുമല്ലോ, അപ്പം നാം സംസാരിക്കുന്നില്ലായിരുന്നല്ലോ അന്നേരം. ഇങ്ങനെ കമ്മിറ്റി വന്ന് കൂടുന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളായിരുന്നു. പിന്നെ ഇങ്ങനെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ പാർട്ടി ഓഫീസിൽ വന്നു ഒരു കാര്യം, അദ്ദേഹത്തിന് ഇഷ്ടമാണോ എന്തോന്ന് അറിയത്തില്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും, പിന്നെ അടി കൊള്ളേണ്ടി വരും, പിന്നെ ഞാൻ കരയരുത് അമ്മയോട് സംസാരിച്ചു എന്നോട് പറയാ. അല്ലാതെ വേറെ ഒരു കാര്യമല്ല പറയുന്നത്. ഇതാ ഇത് കാര്യമൊക്കെ ആലോചിച്ചാണോ കല്യാണത്തിന് വേണമെന്നൊക്കെ പറയുന്നേ എല്ലാവരും. പിന്നെ എനിക്ക് ചിലപ്പോൾ അടി ഇഷ്ടം പോലെ കൊള്ളും, പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും. ഇതൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇതിന് തയ്യാറായാൽ മതി. പാർട്ടി ഓഫീസിൽ വെച്ചാ 1-2 പേരൂടെ ഉണ്ടെന്ന് തോന്നുന്നു, രഹസ്യമായിട്ടൊന്നും അല്ല. വിവാഹം എവിടെ വെച്ചായിരുന്നു നടക്കുന്നത്? വിവാഹം പിന്നെ ശ്രീകൃഷ്ണ ടാക്കീസിൽ വെച്ച്. അതിനു മുമ്പേ ഒരു രക്തഹാരം മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. എന്തുവാ ഇത് താലി കെട്ടിനകത്തൊന്നും അർത്ഥമില്ല, ഒരു 2 രക്തഹാരം മാത്രം ഇട്ട് കല്യാണം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഈ താലി ഇല്ലാണ്ടെന്തോ കല്യാണം, വേറെ കമ്മ്യൂണിസം കൊണ്ടുവന്നിരിക്കുന്നു, കല്യാണം താലി കെട്ടണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവിടെ അറിയിച്ചു, താലി കെട്ടണം, അത് അമ്മയ്ക്കൊരു അയ്യോ അമ്മയ്ക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അമ്മയെ പ്രയാസപ്പെടുത്തുന്ന ഇഷ്ടമല്ല. അമ്മയുടെ ഭയങ്കര പെറ്റായിരുന്നു മോനെ. എൻ്റെ അമ്മയുടെ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ. അങ്ങനെ. അപ്പം അമ്മ അങ്ങനെ പറഞ്ഞോ, അങ്ങനെയാണെങ്കിൽ എല്ലാ ചടങ്ങും നടത്തിക്കോളാൻ പറഞ്ഞു. ഒന്നിനും ഞാൻ എതിരല്ല, എല്ലാം താലി കെട്ടോ മാലയിട്ടോ എല്ലാം നടത്തിക്കോളാം. പൂമാലയും മറ്റേ മാലയും സാധാരണ ഊണ് കൊടുത്തില്ലെന്നുള്ളതേ ഉള്ളൂ.
ടാക്കീസി വെച്ച് 1972 നവംബർ 3-ാം തീയതി. നേരെ ഒന്നും നോക്കിയില്ല, എല്ലാവർക്കും സൗകര്യമായൊരു സമയം 11 മണി എല്ലാവർക്കും സൗകര്യമായൊരു സമയം വെച്ച് കണ്ടെത്തി പിന്നെ നടത്തി. സ്ക്വാഷും നാരങ്ങാവുള്ളൂ മാത്രം, അത്രയുള്ള. അപ്പം ടാക്കീസിൽ വെച്ച് വിവാഹം കഴിഞ്ഞു, നേരെ മൈനാഗപ്പള്ളിയിലേക്ക് വരുന്നു. അപ്പൊ ഈ മൈനാഗപ്പള്ളിയിലേക്ക് വരുന്നത് അത് 72 കാലഘട്ടത്തിലാണ്, 72-ലാണ് വിവാഹം കഴിയുന്നത്. അപ്പൊ അതിനു മുന്നേ പാർട്ടി പിളർന്നു അല്ലേ? അതെ അതെ. അപ്പൊ അന്നത്തെ ആ സംഭവങ്ങളെ പറ്റി അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഒരു ഈ CPI CPM സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് യോഗം, ഒരു ഭയങ്കരമായൊരു യോഗം മണപ്പള്ളി ചന്തയിലുണ്ടായിരുന്നു. അന്ന് ഭയങ്കര ജനാവലിയായിരുന്നു ആ യോഗത്തിൽ. അതിന് സഖാവ് ഓച്ചർ തങ്കപ്പനും ഇദ്ദേഹവും പ്രസംഗിക്കാനുണ്ടായിരുന്നു. പ്രസംഗം കഴിഞ്ഞ് രാത്രി 1:30 മണിക്ക് രണ്ടുപേരും കൂടെ കാറിനകത്ത് വരുമ്പോൾ എതിർ പാർട്ടിക്ക് അങ്ങ് വെളിവുണ്ട്. യോഗത്തിൽ ഒരുപാട് ആളങ്ങ് ജനാവലിയായിരുന്നു. അതുകൊണ്ട് അപ്പം കുറ്റിപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് കാറ് തടഞ്ഞ് ഇറക്കി ഇദ്ദേഹത്തെയും ഓച്ചർ തങ്കപ്പനെ പിടിച്ചങ്ങിറക്കി പൊതിരി അങ്ങ് തല്ലി കുറേ അടി കൊണ്ടു കഴിഞ്ഞപ്പം ഓച്ചർ തങ്കപ്പൻ ചത്തോണം കിടന്നു. എന്നോട് പറഞ്ഞ വിവരമാണ്, ഇദ്ദേഹം പറഞ്ഞ വിവരം, ചത്തോണം കിടന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം അങ്ങോട്ട് പ്രതികരിച്ചുകൊണ്ട് ഇഷ്ടം പോലെ അടിയും കൊണ്ടു. എന്നിട്ട് ഇത്രയും പല്ലങ്ങ് പോയി, പല്ലം കടന്നുപോയി. പിന്നീട് കണ്ണ് ചുഴഞ്ഞെടുക്കാൻ ശ്രമിച്ചു. കണ്ണ് രണ്ടും ചുഴഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പം എവിടെ നിന്നറിയാൻ വയ്യ, ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഇനി അദ്ദേഹത്തെ തൊടരുത്, തൊട്ടാൽ നിങ്ങൾ ആരെന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ കാരണത്തെടുത്തിട്ട് ഇനി പോരുകയും ചെയ്തു വിളി. പിന്നെ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ കണ്ണ് ചുഴഞ്ഞെടുക്കാനുള്ള ശ്രമമായിരുന്നു അന്ന്. അങ്ങനെ പിന്നെ ഡിസ്ട്രിക്റ്റിലേട്ടം കൊണ്ടുപോയത്, ബോധമൊന്നുമില്ല, രണ്ടുപേരെയും അങ്ങ് കൊണ്ടുപോയത്. അതൊരു തിരുവോണത്തിൻ്റെ ഉത്തരാട ദിവസമായിരുന്നു, തിരുവോണത്തിൻ്റെ തലേ ദിവസമായിരുന്നു. ഈ പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്, മൈനാഗപ്പള്ളി പ്രദേശത്ത് കഞ്ഞി വെച്ചിട്ടേ ഇല്ല എന്ന് പറയാം. കാരണം കശുവണ്ടി തൊഴിലാളി ഒരുപാടുള്ളൊരു സ്ഥലമല്ലേ അത്. ഒരു വീട്ടിലും തിരുവോണം ഉണ്ടില്ല സന്തോഷമായിട്ട്. പല വീടുകളിലും കഞ്ഞി വെച്ചിട്ടില്ല. എല്ലാവരും ഭയങ്കര ജാഥയായിട്ട് നടന്ന് കൊല്ലം വരെ കാൽനട ജാഥയായിട്ടുള്ള വലിയ ജാഥ സംഘടിപ്പിച്ച് ആശുപത്രി ജംഗ്ഷനിൽ വരുമായിരുന്നു കൊല്ലത്ത്. അത്രത്തോളം ജനങ്ങളുടെ ഒരു സ്നേഹവും, പ്രത്യേകിച്ച് കശുവണ്ടി തൊഴിലാളികളെ. കാരണം അവരൊക്കെ ഒരു പിന്നെ വഞ്ചന കാണിച്ചിട്ടില്ല. അത് നമ്മൾ ഈ പ്രസംഗിക്കുകയല്ല, അത് ആക്ച്വലി മനസ്സിലങ്ങനെയാണ്. അത് അല്ലാതെ ഈ പ്രകടിപ്പിക്കാൻ വേണ്ടി മൈക്കെടുത്ത് വെച്ച് പ്രസംഗിക്കുകയല്ലത്. യഥാർത്ഥത്തിൽ ആ മനസ്സങ്ങനെയാണ്. അപ്പൊ അതിനു മുന്നേ അവരെ യോഗത്തിന് കൊണ്ടുപോകുമ്പോൾ അവര് വെള്ളം കുടിച്ചിട്ട്, അവര് തൊഴിലാളികൾ തന്നെ പറയുന്നതല്ല, ഇദ്ദേഹം പറയുന്നതല്ല, അവർക്ക് വെള്ളം കൊടുക്കാതെ ഇദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കത്തില്ല, അല്ല കഴിക്കത്തില്ല. അതെപ്പോഴും ഈ തൊഴിലാളികൾ പറയും. ഞങ്ങൾ പറയും, സഖാവ് ഒരു തുള്ളി വെള്ളം കുടി, നിങ്ങൾ കുടി പിന്നെ മതി എന്ന് പറയും. വിവാഹം കഴിഞ്ഞാണല്ലോ അമ്മ ചെരുപ്പുകളെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇവിടുത്തെ അച്ഛന് സഖാവ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അച്ഛന് വലിയ എതിർപ്പായിരുന്നു. അച്ഛന് വളരെ നേരത്തെ മരിച്ചു. എങ്കിലും പിന്നെ 57 മുമ്പുള്ള കാര്യമാണ് പറഞ്ഞു കേട്ടറിയുക. ഹരിജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും അവരുടെ വീടുകളിൽ പോകുന്നതിന്, അവരെ സംഘടിപ്പിക്കുന്നതിന്, അവരെ ഇവിടെ കൊണ്ടുവരുന്നതിന് ഒക്കെ വലിയ എതിർപ്പായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ അയിത്തം നിലനിൽക്കുന്ന സമയമാണേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ചവൻ എന്തില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതെന്നും പറഞ്ഞ് അച്ഛൻ പറഞ്ഞു, അവന് ആഹാരവും കൊടുക്കണ്ട, അവനെ ഇവിടെ കയറ്റിയും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് വീട് വിലക്കി വെച്ചിരുന്നത് 57 മുമ്പ്. അമ്മ പടിഞ്ഞാറേ കെട്ടി 8 കെട്ടാണ് വീട്. 8 കെട്ടിൻ്റെ ഒരു കെട്ടിൻ്റെ പടിഞ്ഞാറോട്ടുള്ള വാതിലിൽ ഒരു പാളി മാത്രം തുറന്നിട്ടിട്ട് ആഹാരം അതിൻ്റെ അടുക്കലുള്ള മേശപ്പുറത്ത് വെച്ചിട്ട് ഇദ്ദേഹം വന്ന് പമ്മി രാത്രി 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ അച്ഛൻ ഉറങ്ങി കഴിയുമ്പോൾ വന്ന് കഴിച്ചിട്ട് അനങ്ങാതെ പൊക്കോളും. പിന്നെ അമ്മ കൂടെ പാത്രം രാവിലെ എഴുന്നേറ്റ് അങ്ങനെ പാത്രം കാണത്തില്ലേ, അതുകൊണ്ട് അമ്മ ഉറക്കളച്ചിരുന്ന് ആ പാത്രം കഴുകിക്കൊണ്ട് വയ്ക്കും. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ 1957 EMS മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് അച്ഛന് സന്തോഷമായി. അമ്മോനുമായിട്ട് ഇവിടുത്തെ അമ്മയുടെ പേരെന്തായിരുന്നു? ജാനകി അമ്മ. അച്ഛന്റെ പേര് ഗോപാലപിള്ള. അപ്പൊ അതിനുശേഷം, വിവാഹത്തിന് ശേഷമാണ് അമ്മ കാഷ്യൂ കോർപ്പറേഷനിലെ ജോലിക്ക് കയറുന്നത്. അതോ അതിനു മുമ്പ് അമ്മ മറ്റ് ജോലികൾക്ക് എന്തെങ്കിലും ശ്രമിച്ചിരുന്നോ? അധ്യാപികയായിട്ട് ഒരുപാട് പിന്നെ ആപ്ലിക്കേഷൻ അയച്ചിരുന്നു.
പിന്നെ ഈ അടുത്ത് നമ്മുടെ ഒരു സഖാവിന് തന്നെ സദാശിവപിള്ള സാറിന് സ്കൂളുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞിരുന്നില്ല ഞാനിങ്ങനെ ഹൈസ്കൂളിലേക്ക് ഫുള്ളി ക്വാളിഫൈഡ് ആണെന്നേ. ഒന്നും പറയത്തില്ല. ജോലിക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ജോലി ഒരു പ്രശ്നമല്ലാത്ത രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. ഇത് അത്ര ഗൗരവം കൊടുക്കുന്നില്ല ജോലിക്ക്. അപ്പം ഞാനും ഇങ്ങനെ അപേക്ഷ കൊടുക്കുന്നു, ഇങ്ങനെ പോകുന്നു. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ കാർഷിക കോർപ്പറേഷൻ്റെ ഒരു വേക്കൻസി വന്നപ്പോൾ പറഞ്ഞു ഒരു അപേക്ഷ കൊടുക്കുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആപ്പീസിനെ സംബന്ധിച്ച് ഒന്നും അറിയത്തില്ലല്ലോ, ഇത് കശുവണ്ടിയെ സംബന്ധിച്ച് എന്താണ് കശുവണ്ടി കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ലാതെ പറങ്കാവിൽ നിന്ന് വീഴുന്നു കണ്ടിട്ടുള്ളതല്ലാണ്ട് എന്താണ് അതിന്റെ പരിപാടി എന്നൊന്നും അറിയാൻ വയ്യാതെ ഞാൻ എങ്ങനെ ടെസ്റ്റിന് പോകും, ഇത് എന്തുവാ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എഴുതി പഠിപ്പിച്ചു. അങ്ങനെ ഇത്ര കിലോ 1 കിലോ തൂക്കിയാൽ ഇത്ര, പിന്നെ പറങ്ങാണ്ടി ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ തല്ലിയിട്ട് ഇങ്ങനെ ബോർമ ചെയ്യും, ബോർമ ചെയ്തിട്ട് പൊളിക്കും, അങ്ങനെയാണ് നമുക്ക് ഈ പരിപ്പ് കിട്ടുന്നതാണ് കമ്പനി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും തൊഴിലാളിയുടെ അതൊക്കെ ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് ചോദിക്കത്തില്ലേ, അതുകൊണ്ട് അതെല്ലാം കാണാൻ പഠിച്ചുകൊണ്ട് പോയി ഇൻ്റർവ്യൂവിന് ശരിക്കും ഉത്തരം പറഞ്ഞു. ഇല്ല കാണാൻ പഠിച്ചു വെച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് എല്ലാം ശരിക്കും ഉത്തരം പറഞ്ഞു, നിയമനവും കിട്ടി. അന്ന് ആദ്യം ജോലി കയറുന്നത് 1975 മെയ് 31-നാണ്. അപ്പൊ ഈ അടിയന്തരാവസ്ഥ അതിനുശേഷമാണ്. അതിനു മുന്നേ 1973 ആഗസ്റ്റില് ജയകുമാറിനെ പ്രസവിച്ചു. ജയകുമാറിനെ പ്രസവിച്ച് അന്ന് ഈ ഫ്ലൂറസിയുടെ ഒരു അസുഖം ബാധിച്ച് പിന്നെ അദ്ദേഹം ഡിസ്ട്രിക്റ്റിൽ കിടക്കുക. അന്ന് പാർട്ടി തന്നെ ആളിനെ നിർത്തിയിരിക്കുക നോക്കാൻ. പാർട്ടി തന്നെ അതിനെ ഒരു റൂമൊക്കെ എടുത്ത് ഒരാളിനെ പാർട്ടി തന്നെ നിയമിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് വലിയ മോനെ ഞാൻ നീണ്ടകരയാണ് പ്രസവിച്ചത്. അപ്പോഴത്തേക്ക് ഇവിടെ വലിയ ചെമ്പിനകത്ത് കല്ലുകടയിൽ പായസം വിതരണം നടത്തി. എന്നിട്ട് അതിലൊരു സഖാവ് വലിയ നർമ്മം ഒരു സഖാന്ന് ചോദിച്ചു, എൻ്റെ അമ്മ ചോദിച്ചു എന്തോ മോനെ നോക്കുന്നേ? അല്ല, പണ്ട് കുറ്റിപ്പുറത്ത് കിട്ടിയ അടി വല്ലോണ്ട് ഉണ്ടോന്ന് നോക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നർമ്മം. ഇപ്പൊ ജയകുമാരണ്ണനെ പ്രസവിച്ചു കഴിഞ്ഞാണ് അമ്മ ജോലിക്ക് കയറുന്നത് അല്ലേ? അതെ. ജോലിയിൽ ഇരിക്കുന്ന സമയത്താണ് ജയലാൽ അണ്ണൻ ജനിക്കുന്നത് അല്ലേ? അല്ല, അതിന് മുന്നേ ആയിരുന്നു. ജയലാലിനെ പ്രസവിക്കുന്നതിന് മുമ്പ് ജോലി കയറി. അതായത് ജയകുമാർ അണ്ണനെ പ്രസവിച്ചതിന് ശേഷം ജോലിക്ക് കയറി കാർഷിക കോർപ്പറേഷനിൽ ജോലിക്ക് കയറി. അതിനുശേഷമാണ് അടിയന്തരാവസ്ഥ വരുന്നത് അല്ലേ? അപ്പൊ അടിയന്തരാവസ്ഥ കാലഘട്ടം ശരിക്കും കുടുംബത്തെ ബാധിച്ചിരുന്നു. വേദനാജനകമായിട്ടുള്ള കാര്യമല്ലേ അത്. 1975 31 ഞാൻ ജോലി പ്രവേശിക്കുന്നു, മെയ് 31. ജൂൺ 12 ജയലാലിനെ പ്രസവിക്കുന്നു. ജൂൺ 26 രാത്രി 12 മണിക്കാണ് പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അന്നാണ് തോന്നില്ലയോ, അത് പ്രഖ്യാപിച്ചതെന്നാന്ന് എനിക്കറിയത്തില്ല. അറസ്റ്റ് ചെയ്തത് ജയലാലിനെ പ്രസവിച്ച് 14ാമത്തെ രാത്രിയാണ് സർക്കിള് പാർട്ടിയും എല്ലാം വന്ന് രാത്രി 12 മണിക്ക് വീടങ്ങ് വളഞ്ഞു ചെയ്തു. വാതിൽ തുറന്നിട്ട് പുള്ളി വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ കതവ് കയറി ഇങ്ങനെ പിടിച്ചു. അപ്പുറത്തെ കതവിലും വന്ന് പോലീസ്. അപ്പോൾ ചുറ്റും പോലീസ് അങ്ങ് വളഞ്ഞു. ഈ ഓടിപ്പോകാതിരിക്കാനായിരിക്കും. ഞാൻ പ്രസവിച്ച് കിടന്നായിരുന്നുകൊണ്ട് അത് ഞാൻ കിടന്നതല്ല. അപ്പം അമ്മ 2-3 പ്രാവശ്യം അപ്പം നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ അറസ്റ്റ് എന്ന് കേട്ടപ്പോഴത്തേക്ക് അമ്മ ഓടി വന്നു. എൻ്റെ അമ്മയുണ്ടേ, അമ്മ ഓടി വന്ന് എന്ത് ഈ അറസ്റ്റ് ചെയ്യുന്ന ഇവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് പോലീസും മുറ്റത്ത് മുഴുവൻ പോലീസ് നിൽക്കുന്നു. ഇതെന്താണെന്ന് വിചാരിച്ചു കഥ. അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. അമ്മ വന്നു, മോളെ ഇങ്ങനെ പോലീസെന്ന് പറയാൻ 2 പ്രാവശ്യം എൻ്റെ മുറിയുടെ വാതിൽ വന്നാൽ ഈ പെട്ടെന്നൊരു ഷോക്ക് വന്ന് പറഞ്ഞാൽ ബ്ലഡ് തിളച്ച് നമ്മുടെ തലയിൽ കയറും. പ്രസവിച്ച് കിടക്കുക ഭ്രാന്തായി പോകും, മനസ്സിലായോ? അതുകൊണ്ട് അപ്പം നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഇവിടെ കൊണ്ടുപോകുമല്ലോ, ഇവിടെ പറയാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ റൂമിൻ്റെ അടുക്കൽ 2-3 പ്രാവശ്യം വന്നു. എന്നിട്ട് ചേട്ടനോടെ പറഞ്ഞു, ഞാൻ എങ്ങനെ പറയും അവളോടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് ഞാൻ എങ്ങനെ പറയും? അത് അമ്മ സഞ്ചാരമായിട്ട് നിന്നാട്ടെ, ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരട്ടെ, ഞാൻ പറയാം. ഡ്രസ്സ് ചെയ്തിട്ട് വന്നു, എടോ എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. അപ്പം എനിക്കതിനകത്ത് പുതുമയില്ല. ഈ പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നു എന്ന് പറയുമ്പോൾ പുതുമയില്ല. ഇന്നത്തെ മാതിരിയുമല്ല. രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതിനകത്ത് എനിക്ക് പുതുമയില്ല. അപ്പം ഞാൻ കിടന്നുറങ്ങി. ഇപ്പോൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് അറിയുന്നത് വന്നില്ലല്ലോ, ആളില്ല, വന്നില്ല. അപ്പോൾ
അമ്മ അച്ഛനെ വിളിപ്പിച്ചു, എൻ്റെ അച്ഛനെ വിളിപ്പിച്ചു. അച്ഛന് കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ ചെന്ന് തിരക്കി, ഉണ്ടോ അവിടെ ഉണ്ടോന്ന്, അവിടെ ഇല്ല. കൊല്ലത്ത് പോയി, അവിടെ ഇല്ല. തിരുവനന്തപുരത്ത് പോയി, അവിടെയില്ല. എവിടെയാ കൊണ്ടുവന്നതെന്ന് അറിയാൻ വയ്യ പുള്ളി. എവിടെങ്കിലും ഒന്ന് കൊണ്ടുവന്നെന്നെങ്കിലും നമുക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു. രാത്രി കൊണ്ടുപോയതല്ലേ, പലയിടത്തും കൊന്നു കളഞ്ഞോ, ഒന്നും അറിയാനൊക്കുന്നില്ലല്ലോ നമുക്ക്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ഒരു 3-ാമത്തെ ദിവസം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കവർ വന്നു, ഒരു ലെറ്റർ. ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പിന്നെ സുഖമായി എത്തിച്ചേർന്നെന്നും പറഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുക. ഇതെല്ലാം അവിടെ നിന്ന് എടുത്ത കത്തുകളെല്ലാം സെൻസർ ചെയ്ത് വരത്തുള്ളൂ നമുക്ക് മറുപടി എഴുതാം നമുക്ക്. അങ്ങനെ കുറച്ച് ദിവസം, എത്ര ദിവസം കിടന്നറിയാൻ വയ്യ. പിന്നീട് കൂടെ പിന്നെ പത്മലോചനൻ, CP കരുണാകരൻപിള്ള സഖാവ്, ഗുരുദാസ് സഖാവ്, ഇവരെല്ലാം ഒരേ സമയമാണ്. അതാ അതിശയം. ഒരേ സമയമാണ്. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് മറ്റിടത്തോട്ട് അവർക്ക് അറിയിപ്പ് കൊടുക്കാൻ സമയമില്ല. ഇവരെല്ലാം ഒരേ സമയമാണ് ജില്ലയിൽ നിന്ന് മൊത്തമായിട്ട് അങ്ങ് എടുക്കുന്നത്, കണ്ണൂരിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഗുരുദാസ് സഖാവ്, ധനപാലൻ, ഈ കൂട്ടത്തിൽ സാംബശിവനും ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാം ഒന്നിച്ച് കൊണ്ടുപോയി പിന്നീട് അങ്ങ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്ന് വെച്ചാൽ കഷ്ടം. അങ്ങനെ ഈ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്നിടത്താണ് കിടക്കുന്നതും കഴിക്കുന്നതും, അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. അത്ര നീചമായിട്ടുള്ള രീതിയായിരുന്നു ആദ്യമൊക്കെ. കഴിക്കത്തില്ലായിരുന്നു അത്ര, ഈ ഗന്ധം കേട്ടിട്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലകൃഷ്ണപിള്ള ജയിൽ മന്ത്രിയായിരുന്നു അന്ന്. പിന്നീട് അതിന് ശേഷം ബാലകൃഷ്ണപിള്ള ജയിൽ മന്ത്രിയായിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞ് ജയിൽ സന്ദർശിച്ചപ്പം പിന്നെ ഇതെല്ലാം, ഈ കഷ്ടപ്പാടുകളെല്ലാം കണ്ട് അവരെ A-ക്ലാസ് തടവുകാരാക്കി. പുറത്ത് നമുക്ക് കുടുംബാംഗങ്ങളെ കാണാനും കുടുംബകാര്യങ്ങളിൽ ഏർപ്പെടാനും ഒക്കത്തില്ലെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ജയിലിനകത്ത് അസൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് ആ സമയത്താണോ അമ്മയ്ക്ക് കത്തയക്കുന്നത്? കത്തുകൾ അയക്കുന്നതെല്ലാം അവിടുന്ന് അയക്കുന്നതെല്ലാം 2-3 ഉദ്യോഗസ്ഥന്മാർ സെൻസർ ചെയ്യാനകത്തുണ്ടത് ഒപ്പിടും. ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്നത് എല്ലാം സെൻസർ ചെയ്യും. വേണ്ടാത്ത ഭാഗം കൊണ്ട് വെട്ടിക്കളയും. അവിടുന്ന് വേണ്ടാത്ത ഭാഗം എന്ന് പറയുമ്പോൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. എന്തെങ്കിലും ഇന്ന പാർട്ടിക്കാരോട് എന്തെങ്കിലും പറയണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ എഴുതിയത് നമ്മൾ പിന്നീട് വായിക്കാനൊക്കാത്ത രീതിയിൽ അങ്ങ് ശരിയാക്കി വെച്ചേക്കും. അങ്ങനെ അങ്ങോട്ട് പോകുന്നത് സെൻസർ ചെയ്യും, ഇങ്ങോട്ട് വരുന്നത് സെൻസർ ചെയ്യും. അങ്ങനെ. അപ്പൊ അതിനുശേഷം എത്ര നാൾ കഴിഞ്ഞാണ് സഖാവ് വീട്ടിലേക്ക് വരുന്നത്? അല്ല, വീട്ടിൽ വരുന്നില്ലല്ലോ നമ്മൾ. പിന്നെ എത്ര നാൾ കിടക്കാവുന്നോ, പിന്നെ എത്ര നാളാണ് ഇതിന്റെ കാലാവധി എന്നൊന്നും അന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അത് എത്ര കാലമാണ് ഈ അടിയന്തരാവസ്ഥ എന്ന് അതിന് കാലാവധിയൊന്നുമില്ല അന്ന്. ജയകുമാറിനാണെങ്കിൽ 2 വയസ്സിന് താഴെ പ്രായം, ജയലാല് കൈക്കുഞ്ഞ്. ഇവരെ രണ്ടും കൊണ്ട് കുടുംബം, എൻ്റെ ജോലി കയറിയതേ ഉള്ളൂ. ജോലിയും കൂടെ ഭയങ്കര മാനസിക സമ്മർദ്ദമായിരുന്നു എനിക്ക് ജീവിക്കാനേ. അതുകൊണ്ട് പിന്നെ മോഹനപിള്ള സാറ് പറഞ്ഞു, പിന്നെ ആരെങ്കിലും ഒക്കെ വെളിയിൽ പോകുന്നുണ്ടായിരിക്കും, നമുക്കൊരു ശ്രമം നടത്തി നോക്കാം പുള്ളിയെ കൊണ്ടുപോരാന്, വെളിയിലിറങ്ങാന്. അപ്പം പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ യാതൊരു കാരണവശാലും എന്ത് വീട്ടിലുണ്ടായാലും എന്ത് കുടുംബ പ്രശ്നം ഉണ്ടായാലും ശരി ഇറങ്ങത്തില്ല. എനിക്ക് എൻ്റെ പ്രസ്ഥാനമാണ് ഒന്നാമത്, രണ്ടാമതേ ഉള്ളൂ നീയും കുടുംബവും എന്ന് പറഞ്ഞു. അല്ലാതെ ഒരു കാരണവശാലും എത്ര കാലം വേണേലും ഇന്നത്തെ സ്ഥിതിയിൽ എത്ര കാലമാണ് അടിയന്തരാവസ്ഥയെന്ന് നമുക്ക് തിട്ടമില്ല. ആ എത്ര കാലം കിടന്നാലും അത്രയും കാലവും ഞാൻ ജയിലിൽ തന്നെ കിടക്കും. അതാണ് എൻ്റെ പ്രസ്ഥാനമാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞു. അനിയനെ തിരിച്ചയച്ചത്, വണ്ടി കൊണ്ടുവന്ന് അനിയനെ തിരിച്ചയച്ചത്, മോഹനപിള്ള സാറിനെ തിരിച്ചയച്ചത്. പിന്നീട് നമുക്ക് കാണാം, ഇദ്ദേഹത്തെ കാണാം. ആദ്യം നമ്മുടെ ഫോട്ടോ നമ്മളാണെന്ന് സർട്ടിഫൈ ചെയ്യണം, തഹസീൽദാർ. ഭാര്യയാണെന്ന് വല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, തഹസീൽദാരുടെ വാങ്ങിക്കണം. അങ്ങനെ പോയിട്ട് അത് ഹോം സെക്രട്ടറിക്ക് അയക്കണം. അങ്ങനെ അതിൻ്റെ നടപടി ഹോം സെക്രട്ടറിക്ക് അയക്കണം. ഹോം സെക്രട്ടറി അത് എല്ലാം അന്വേഷിച്ചിട്ട് നമുക്ക് ഒരു കത്തയക്കും, ഇന്ന ദിവസം കാണാവുന്നു, ഇന്ന ദിവസം ജയിലിൽ പോയി കാണാവുന്നു. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട്, കുഞ്ഞുങ്ങളെ അമ്മയും അച്ഛനും എല്ലാം കൂടെ വണ്ടിക്കകത്തിൽ പോയാൽ അവിടെ ഇങ്ങനെ ജയിലിലെ വാതുക്കൽ ഇങ്ങനെ കിടന്നിട്ട് കുറേ സമയം കുഞ്ഞിനെയും കൊണ്ട് നിൽക്കും അവിടെ. നമ്മൾ കുഞ്ഞ് കരഞ്ഞാലൊന്നും അവർ തുറക്കത്തില്ല. പിന്നെ അപ്പം അങ്ങനെ നമുക്ക് സമയമാകുമ്പം വിളിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരു വട്ടമേശ, അതിൻ്റെ ചുറ്റും ജയിലിലെ ഉദ്യോഗസ്ഥരിരിക്കുക, സൂപ്രണ്ട്, പിന്നെ ജയിലിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുക. അവിടെ 2 കസേര വേണം നമുക്ക് സംസാരിക്കാൻ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ കേൾക്കത്തക്ക കാര്യങ്ങളെ സംസാരിക്കാവെന്ന് പറയും. അല്ലാണ്ട് അങ്ങനെ പറയും, തന്നിരിക്കുന്ന ഞാൻ കൂടെ കേൾക്കുകയാണ് സംസാരിക്കുന്നതെന്ന് പറയും. രഹസ്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറയും.
അപ്പോൾ അങ്ങനെ അരമണിക്കൂറേ കിട്ടത്തുള്ളൂ. ഇത്രയും പാടുപെട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അരമണിക്കൂറേ കിട്ടൂ. അമ്മ തനിയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാറുണ്ടോ? കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും, കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകും, അകത്ത് കയറും. അമ്മ വെളിയിൽ നിൽക്കും, പിന്നെ കുഞ്ഞുങ്ങളെ രണ്ടിനെയും അകത്ത് കയറ്റി എന്നെയും റൂമിനകത്ത് കയറ്റും. അങ്ങനെ ഇദ്ദേഹവുമായിട്ട് സംസാരിക്കും. അപ്പോഴത്തേക്ക് ഈ ഇളയ മോനെ എടുത്തിങ്ങനെ ഇളയ മോനെ എടുക്കത്തില്ല ആദ്യം. എന്താണെന്ന് വെച്ചാൽ അവൻ അറിയത്തില്ല, യവനെ എടുക്കും. അത് പിന്നീട് ഒരിക്കൽ ദുഃഖമായി പോയി. ഞാൻ ഇങ്ങനെ ഞാൻ പൊടിമോനെ എടുത്തില്ലല്ലോ. പൊടിമോനും പൊന്നുമോനുമാണ്. പൊന്നുമോൻ മൂത്ത മോൻ, പൊടിമോന് ജയലാല്, ജയകുമാർ പൊന്നുമോന്. അങ്ങനെ ഞാൻ പൊന്നുമോനെ എടുത്തുള്ളല്ലോ, എൻ്റെ പൊടിമോനെ എടുത്തില്ലല്ലോ, എനിക്കത് ഭയങ്കര സങ്കടമായി പോയല്ലോ എന്ന് പറയും. അപ്പം പിന്നെ അത് ഞാൻ അങ്ങനെ ചെയ്തത് എന്താണെന്നറിയാമോ? അവൻ അറിയത്തില്ലല്ലോ, പൊടിമോൻ അറിയത്തില്ലല്ലോ ഞാൻ ആരാന്ന്. ഇവൻ അതല്ലല്ലോ, അങ്ങനല്ല അച്ഛന്. അതുകൊണ്ടാണ് ഞാൻ വലിയ മോനെ എടുത്തതെന്ന് പറയും. അങ്ങനെ അരമണിക്കൂർ കഴിയുമ്പോൾ ബെല്ലടിക്കുമ്പോൾ ഇദ്ദേഹം പോലീസാവും കൂടി കൂടെ കൊണ്ടുപോയി ഒരു ദിവസം കൊണ്ടുപോയപ്പോൾ ഇവൻ അവിടെ കിടന്ന് വീണുണ്ട്. അച്ഛാ അച്ഛൻ്റെ പുറകിനങ്ങ് ഓടി. അച്ഛാ 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 അച്ഛനെ കൊണ്ടുപോകുന്നേ, എൻ്റെ അച്ഛനെ വേണേ, എൻ്റെ അച്ഛനെ എനിക്ക് വേണേ, എൻ്റെ അച്ചോ എന്ന് പറഞ്ഞതാണ്. യഥാർത്ഥം പറഞ്ഞാൽ അന്ന് ജയിൽ സൂപ്രണ്ടിൻ്റെ കൂടെ കരഞ്ഞ് അവരുകൂടെയും കരഞ്ഞു. ആ കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥരും കരഞ്ഞു. അങ്ങനെ ഒരു അനുഭവം, വലിയൊരു അനുഭവമായിരുന്നു കുഞ്ഞിന്. പിന്നീട് ജയകുമാറിന് വലിയൊരു മൗനവും എന്തോ ഒരു സ്വഭാവത്തിലൊരു വ്യത്യാസമൊക്കെ വന്നായിരുന്നു ഈ അച്ഛൻ്റെ ഈ വേർപാട്. പിന്നെ അങ്ങനെ ആകപ്പാട് 3 പ്രാവശ്യം കൊണ്ട് നമ്മൾ ജയിലിൽ ചെന്ന് കണ്ടിട്ടുള്ളൂ. ഇതായി ഇങ്ങനെ കടമ്പകട് കിടക്കണം. പിന്നീട് വരും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം. നമ്മൾ അഡ്മിറ്റായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതുപോലെ ഹോം സെക്രട്ടറിക്ക് അയച്ച് അനുവാദം വാങ്ങിച്ച് ഒരു 5-6 ദിവസം വരും. ചിലപ്പോൾ ഒരു 7 ദിവസത്തേക്കൊക്കെ പരോളി വിടും. പരോളി വിട്ടാലെന്തുവാ, പരോളി വിട്ടാൽ ഹാളിനകത്ത് കശുവണ്ടി തൊഴിലാളിയെയും പാർട്ടിക്കാരെയും നാട്ടുകാരെയും എല്ലാം വിളിച്ച് യോഗമാണ്, രഹസ്യ യോഗം, കഥമെല്ലാം അടയ്ക്കും. എന്നാൽ അടിയന്തരാവസ്ഥയല്ല, വലിയ പ്രശ്നമില്ലയോ അത്. ഈ യോഗമൊക്കെ ചേർന്നുകൂടാല്ലോ. അതുകൊണ്ട് ഈ വടക്കേ കെട്ടിനകത്താ യോഗം. പല കശുവണ്ടി തൊഴിലാളി, കയർ തൊഴിലാളി, ചെത്തു തൊഴിലാളി, ഇതെല്ലാം ഇല്ലയോ, ഇതിൻ്റെ എല്ലാം നേതാവല്ലയോ. ചെത്തു തൊഴിലാളി യൂണിയന്, കയർ തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, ഓട്ട് കമ്പനി മുന്നയുടെ സംസ്ഥാന നേതാവായിരുന്നല്ലോ. IRCക്കൊക്കെ തൃശ്ശൂർ പോകാൻ, IRC ഒക്കെ കൂടാനൊക്കെ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ എപ്പോഴും കാണാൻ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ 2-3 പ്രാവശ്യം വന്നു. ഇവിടെ പരോളി വരും 2-3 ദിവസം. പിന്നീട് നമ്മളിങ്ങനെ 2-3 ദിവസം പോവുകയും ചെയ്യും. 2-3 പ്രാവശ്യം പോകുന്നതിന് എത്ര കാലം ജയിലിൽ കിടന്നു? അങ്ങനെ 1977 റിപ്പബ്ലിക് ഡേയുടെ തലേ ദിവസം തന്നെ എല്ലാവരെയും വീട്ടിലെത്തിക്കണം. അങ്ങനെ ജനുവരി 25-ന് മോചിപ്പിച്ചു രാത്രി. ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ജയിലിൽ കിടന്നത്. ആ ജയിലിൽ കിടന്ന ആ വർഷത്തെ 2 വർഷം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നാട്ടിലേക്ക് പരോളിൽ വരുമ്പോഴായിരുന്നു അല്ലെ? പരോളിന് ശേഷം അദ്ദേഹം തന്റെ ആ സമര അനുഭവങ്ങളെ കുറിച്ച് അമ്മയോട് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം പങ്കെടുത്ത സമര കാലഘട്ടമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ? ഈ കാർഷിക കോർപ്പറേഷൻ രൂപീകരിച്ചത് 1969-ലാണെന്ന് എൻ്റെ ഓർമ്മയെ. അപ്പം 69-ൽ അന്ന് അത് യുപിറ്ററിൻ്റെ കമ്പനിയാണ്, തോട്ടുമുഖം ഫാക്ടറിയെ. അപ്പോൾ അത് കോർപ്പറേഷൻ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉഗ്രനൊരു സമരം നടന്നു. അവിടെ 12 ദിവസം നിരാഹാര സമരം നടന്നു. 12 ദിവസം. അത് ആദ്യമായിട്ടാണ് നിരാഹാര സമരം ഇങ്ങനെ ഒരു പാർട്ടിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണോ എന്തോ, ഇവർക്ക് പരിചയക്കുറവ് കൊണ്ടാണോ എന്തോ അറിയില്ല, എന്നോട് പറഞ്ഞതാണ് എനിക്ക്. പിന്നെ ഈ നിരാഹാരം കിടന്നപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നാരങ്ങ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തു. നാരങ്ങ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ തൊഴുതു നാരങ്ങ കൊണ്ടുവന്ന് അവിടെ കുറേ നേരം ഇരിക്കും. ഇങ്ങനെ തൊഴിലാളികളായാലും ശരിയല്ല. അപ്പോൾ ഇങ്ങനെ കുന്നുപോലെ നാരങ്ങ അങ്ങ് കൂടി. ഈ പ്രവർത്തകരെന്ത് ചെയ്തു, ഇത് പിഴിഞ്ഞ് ഇദ്ദേഹത്തിന് കൊടുത്തു. നിരാഹാരമാണെങ്കിലും നാരങ്ങ വെള്ളം ഒന്ന് കുടിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പിഴിഞ്ഞ് കൊടുത്തപ്പോഴത്തേക്ക് അറിയാൻ വയ്യായിരുന്നു ഈ നിരാഹാരത്തിൻ്റെ രീതികൾ. അത് ഈ നാരങ്ങ വെള്ളം കൊടുത്തപ്പോഴത്തേക്ക് ഉടുപ്പിട്ടിരുന്നത്, ഈ ഉടുപ്പങ്ങ് ദേഹത്ത് മുട്ടിപ്പോയി, എടുക്കാനൊക്കത്തില്ല. ദേഹത്ത് മൊത്തം വലിച്ചിളക്കിയാണ് ആ ഉടുപ്പെടുത്തത്. അറിയത്തില്ലായിരുന്നു ഈ നാരങ്ങ വെള്ളം കുടിച്ചുകൂടാന്ന്. പിന്നീടാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ചിട്ടാണ് ഈ ഉടുപ്പ് പൊട്ടിയതെന്ന്. ഉടുപ്പ് അങ്ങനെ 12 ദിവസം നിരാഹാരം വെച്ചാൽ നാരങ്ങ വെള്ളം കൊടുക്കുമായിരുന്നു. നിരാഹാരം കിടന്നു. അതുപോലെ ഈ മിച്ചഭൂമി സമരത്തിന്റെ പിന്നെ മിച്ചഭൂമി സമരം, പാർട്ടിയുടെ ഒരു മിച്ചഭൂമി സമരം ഉണ്ടായിരുന്നു. ഒട്ടേറെ സ്ഥലങ്ങളിൽ മിച്ചഭൂമി കയ്യേറിയിട്ടുണ്ട്. അതിലെ ഒന്ന് നീലേശ്വരം തോപ്പിൽ അന്ന് അദ്ദേഹം ഏരിയ കമ്മിറ്റി അല്ല, അന്ന് താലൂക്ക് കമ്മിറ്റി എന്നാണ് പറയുന്നത്. താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ഓരോരുത്തരുടെ നേതൃത്വത്തിൽ അവിടെ കയ്യേറും.
ഈ പിന്നെ മഹിളയുടെ എൻ്റെ നേതൃത്വത്തിലും പ്രത്യേക നോട്ടീസ് അടിച്ച് ഇത് കയ്യേറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പാർട്ടിയുടെ വേറെ പിന്നെ കെ എൻ ബാലകൃഷ്ണപിള്ള കേട്ടിട്ടുണ്ടമ്മ, കെ എൻ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവരെല്ലാം തന്നെയും ഇതിങ്ങനെ അപ്പോഴത്തേക്ക് അങ്ങ് പോലീസ് വളയും. പോലീസ് വളഞ്ഞിട്ട് അപ്പോഴൊന്നും ഇത് വകവെക്കത്തില്ല. അങ്ങ് തെങ്ങ കയറാവുന്നവരും തെങ്ങ കയറി കരിക്കുമൊക്കെ ഇട്ടങ്ങ് കുടിക്കും. ഈ സാമ്പത്തികനൊക്കെ ഇഷ്ടംപോലെ കരിക്ക് കുടിക്കുമായിരുന്നു. ഇങ്ങനെ ഇട്ടിട്ട് കുടിക്കും. വള്ളത്തിലാണ് പോകുന്നത്. വള്ളത്തിലായി തോപ്പ് 4 സൈഡും ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് നീലേശ്വരം തോപ്പ്. അത് ആരുടെ ഒരു പോറ്റിയുടെയാണ് ഏതോ. അപ്പോൾ അതിങ്ങനെ ഒരുപാട് ദിവസം ഇത് ഇങ്ങനെ നമ്മൾ പിന്നെ കയ്യേറിയിട്ടുണ്ട്. അസോസിയേറ്റ് മഹലയുടെ SFIയുടെ DYFIയുടെ എല്ലാ നേതൃത്വത്തിൽ ഓരോരുത്തർ. പിന്നെ അതുപോലെ ഭരണിക്കാവിലെ മുസ്ലിയാരുടെ പ്രദേശം കയ്യേറിയിട്ടുണ്ട്. അതിനകത്തൊക്കെ എല്ലാവരുടെയും ഒപ്പം ഇദ്ദേഹത്തിനാണ് അതിൻ്റെ നേതൃത്വം. കരുനാഗപ്പള്ളി താലൂക്കിൽ, മറ്റേ കുന്നത്തൂർ താലൂക്കാണ് ഈ ഭരണിക്കാവ് വരുന്നത്. ഈ കശുവണ്ടി സമരത്തിനൊക്കെ പോയാൽ എന്നും അങ്ങ് സമരമാണ്. തിരുവോണ ദിവസവും കശുവണ്ടി ഫാക്ടറിയിൽ ഇന്നത്തെ പോലെ മാതിരി അല്ലല്ലോ. ഈ തിരുവോണ ദിവസവും കശുവണ്ടി ഫാക്ടറിയുടെ ഇതിൽ കിടക്കുക. ഒന്നും ചോറുണ്ണാനൊന്നും വരത്തില്ല തിരുവോണ ദിവസം. ഒരു തിരുവോണത്തിന് ഉണ്ടിട്ടില്ല. ഞാൻ വന്ന ആ വർഷമാണോ അതിൻ്റെ അടുത്ത വർഷമാണോ എന്നറിയത്തില്ല. ആ കശുവണ്ടി തൊഴിലാളികൾ നിരാഹാരം ഇരിക്കുന്നു, അവിടെ ഇരിക്കുക, കഴിക്കാൻ വന്നിട്ടില്ല. അങ്ങ് പല ദിവസങ്ങളിലും ഇവർ ഈ ബോണസുമായിട്ട് ബന്ധപ്പെട്ടേ സെറ്റിലാവത്തില്ല. ബോണസ് മുതലാളിമാർ കാർഷിക കോർപ്പറേഷൻ വന്നണക്കേ ഉള്ളൂ സെറ്റിലാകുന്നത്. അതിന് മുമ്പ് ഒരിക്കലും അവർ തിരുവോണം ഉണ്ണാൻ സമ്മതിക്കത്തില്ല ഈ കശുവണ്ടി മുതലാളിമാർ. കാരണം അവർ അന്നേരം അവിടെ കിടക്കും, തീർപ്പാക്കത്തില്ല. ചിലപ്പം തിരുവോണം കഴിഞ്ഞിട്ടായിരിക്കും തീർപ്പാക്കുന്നത്. അന്നേരം ഇദ്ദേഹം അവിടെ ഇരിക്കുക ചോറുണ്ണാതെ. അപ്പം ഞാനും ഈ തിരുവോണം ഇല്ലയോ എന്ന് വിചാരിച്ച് എന്നോട് പറയും, ഇയാൾ എന്നെ കാത്തിരുന്ന ഇയാൾ പട്ടിണി കിടക്കേണ്ടി വരും, ഇയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വിശക്കുമ്പോൾ കഴിച്ചോണമെന്ന് പറയും. ഞാൻ പിന്നെ തിരുവോണം ഇല്ലയോ, തിരുവോണം ആയതുകൊണ്ട് ഇദ്ദേഹം വരട്ടെ എന്ന് വിചാരിച്ചു. ഒരു ദിവസം തിരുവോണം ഉണ്ടപ്പോൾ സന്ധ്യയ്ക്ക് 7 മണിയായി. ഇല്ല, സമരം ഒത്തുതീർപ്പാക്കാതെ വരത്തില്ല. കാരണം അവരെല്ലാം അവിടെ കിടക്കില്ലേ തൊഴിലാളികൾക്ക് വെള്ളം അവർ പറയും ഞങ്ങൾക്ക് തന്നില്ലേലും വേണ്ടല്ല, സഖാവ് കുടിക്കും വെള്ളം, കാരണം സഖാവ് ഞങ്ങളെ നയിക്കേണ്ടതല്ലേ. അതിൽ വിവരം ചില തൊഴിലാളികൾ പറയും, പിന്നെ ഞങ്ങളെ നയിക്കേണ്ടതല്ലേ, ഇച്ചിരി വെള്ളം കുടിക്കുക, നിങ്ങൾ കുടിക്കുക, നിങ്ങൾക്ക് അവർക്ക് നാരങ്ങ വെള്ളമോ ചായയോ കാപ്പിയോ ഒക്കെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സമരം കിടക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കും. അന്നേരം അതിൽ നിന്ന് കുടിക്കുന്നതല്ല, പ്രത്യേകം പോയി കഴിക്കത്തില്ല. അങ്ങനെ ഒരു പ്രകൃതമാണ് അത്. ഈ വാക്കാൽ ഈ മൈക്കിലൂടെ പ്രസംഗിക്കുന്നതല്ല, അത് പ്രാവർത്തികമാക്കും. അങ്ങനെ സമ്മേളനത്തിനൊക്കെ പോകുമ്പോൾ ഈ കാസിമൊക്കെ ഇവിടെ കൊണ്ട് കിടത്തും. ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയാ കൊണ്ടുപോകുന്നത് അന്ന് ഈ കാസിമൊക്കെ. അപ്പൊ ഈ പാർട്ടി എന്തൊക്കെ ചുമതലകൾ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്? അദ്ദേഹം ഏരിയ കമ്മിറ്റി സെക്രട്ടറി, താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ആണെങ്കിൽ പോലും കശുവണ്ടിയുടെ സംസ്ഥാന നേതാവായിരുന്നു. പിന്നെ കയർ തൊഴിലാളി, ചെത്തു തൊഴിലാളി യൂണിയന്റെ ജില്ലാ നേതാവായിരുന്നു. വോട്ട് കമ്പനി തൊഴിലാളിയുടെ സംസ്ഥാന നേതാവായിരുന്നു. ദീർഘകാലം ഇത് ഇതിനായിട്ടങ്ങ് പോവില്ലയോ, അല്ലാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല പുള്ളി. എല്ലാം ഇതിനായിട്ടങ്ങ് പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങ് നടന്നു പോകത്തേ ഉള്ളൂ. ഒരു സിനിമ കാണണം എന്നൊരു ആഗ്രഹം ചിലപ്പം വന്നാൽ നമുക്കൊരു സിനിമ കാണാൻ, നല്ലൊരു സിനിമ പുള്ളി തന്നെ ഇങ്ങോട്ട് പറയും. ആരോ സഖാക്കൾ പറഞ്ഞതായിരിക്കും, നമുക്കൊരു സിനിമ കാണാം, ഇതോ ഇന്നൊരു സിനിമ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒത്തു, ശരിയാ. അപ്പൊ ഇയാൾ ഒരുങ്ങുന്നില്ല എന്ന് പറയും. അപ്പൊ ഞാൻ ഒരുങ്ങിയിരിക്കും. എവിടെ? 6 ദിവസം. ഒരു ദിവസം 2 ദിവസമല്ല, 6 ദിവസം കേട്ടോ. ഒരു ദിവസം അനിയത്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് നല്ല കുത്ത്, ഇനി ഞാൻ പോകത്തില്ല, ഞാൻ വരത്തില്ല, പോണ്ടാക്കേ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു, മോളെ ഇതൊക്കെ ഇതിനകത്തുള്ളതാ, ഈ നമ്മൾ ഉൾക്കൊണ്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ 7ാമത്തെ ദിവസം പോകും. പോയാലെങ്ങനെയാ, അവിടെ ചെന്നിരിക്കും. ഇരുന്ന സിനിമ തുടങ്ങുന്നു. ജയതം പിളച്ചേട്ടൻ എന്തിയേ, ജയതം പിളച്ചേട്ടൻ ഇതിനകത്തുണ്ടോ, പിടിച്ചോണ്ടങ്ങ് പോയി. ഞാൻ തന്നെ ഇരുന്ന് സിനിമ കാണണം കേട്ടോ. എപ്പോഴും ഏത് സിനിമയും ഫുള്ള് കാണത്തില്ല. എൻ്റെ ഓർമ്മയിൽ ഫുള്ള് സിനിമ കണ്ടിട്ടില്ല. പാട്ട് പാടും, നല്ല ഭയങ്കര പാട്ടാണ്. അത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കമ്മിറ്റി പാട്ട് പാടും അല്ലേ? പാട്ട് പാടും. ഇളയ മോന ജയഘോഷ് നല്ല പാട്ട് പാടും. അച്ഛൻ്റെ കൂട്ടുകാരന് നല്ല സുന്ദരമായ പാട്ട് പാടും. പിന്നെ അവസാന സമയത്ത് ഈ അടിയൊക്കെ കൊണ്ട് അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഡോക്ടർ പറഞ്ഞു, ഈ എന്തുവാ പാർക്കിൻസൺസോ, രോഗം, ഈ തല ഒരു ഭാഗം തളർന്നു, അങ്ങനെ ബ്ലഡ് ക്ലോട്ടായിട്ട് ഒരു ഭാഗം തളർന്നു. അതിൻ്റെ അന്ന് ജയഘോഷ് പിന്നെ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് ഡൽഹി ജോലിയിലിരിക്കുക.